ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാനുഷൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ബെറ്റർ ഓപ്പണിംഗ് തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റുകൾ മാത്രമാണ് ഫ്ലാറ്റ് ലെവലിൽ ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ നല്ല മുന്നേറ്റമായിരുന്നു. മൈക്രോസോഫ്റ്റ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $491.85 പെർ ഷെയർ. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.64 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഒപ്പം എൻവിഡിയ മുന്നേറിയിരുന്നു. എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപ്പ് $3.61 ട്രില്യൺ ആണ്. ഈ രണ്ട് കമ്പനികളും സൗദി അറേബ്യ അനൗൺസ് ചെയ്യാൻ പോകുന്ന $100 ബില്യൺ AI പ്രൊജക്റ്റിൽ വലിയ റോളുകൾ വഹിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ സ്റ്റോക്കുകളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ Q2 അമേരിക്കയിൽ Q2 എൻഡ് ചെയ്യുകയാണ്. Q2 നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഈ ടെക്നോളജി കമ്പനികൾ കാഴ്ചവെച്ചിരിക്കുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റും ഉണ്ട് അമേരിക്കയിൽ ഈ സ്റ്റോക്ക് പ്രൈസുകളുടെ മുന്നേറ്റത്തിന് പിന്നിൽ. ഇന്നലെ ഡൗ ജോൺസ് 507.24 പോയിന്റ് ബെറ്റർ ആയിട്ടും, അതുപോലെ തന്നെ S&P 500 67.01 പോയിന്റ് ബെറ്റർ ആയിട്ടും, നാസ്ഡാക്ക് 281.56 പോയിന്റും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. സ്മോൾ ക്യാപ് ഇൻഡെക്സ് റിസൾട്ട് 2028.53 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. S&P 500 വിക്സ് 17.48 താന്നിരുന്നു. 19.83 ആയിരുന്നു മിനിഞ്ഞാന്ന്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെയാണ് അമേരിക്കയിൽ. അതോടൊപ്പം തന്നെ US ഫെഡിൻ്റെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള തീരുമാനം ഒരുപക്ഷെ ഏത് നിമിഷം ഉണ്ടായേക്കാം. ഓപ്പൺ ഫോർ റേറ്റ് കട്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനുശേഷം വീണ്ടും അമേരിക്കൻ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് ബയാസാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ്. ഒപ്പം ഇസ്രായേൽ, ഇറാൻ, US ഇഷ്യൂ സെറ്റിൽ ചെയ്തെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റും മാർക്കറ്റിലുണ്ട്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $67 പെർ ബാരലിലേക്ക് താന്നിരിക്കുകയാണ്. ഒരവസരത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ $80 വരെ ഉയർന്നിരുന്നു. അതിനുശേഷം വീണ്ടും $67 പെർ ബാരൽ വരെ താന്നിരിക്കുകയാണ്. വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം ഗോൾഡും ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഒരവസരത്തിൽ $3293.99 പെർ ഔൺസ് വരെയൊക്കെ വന്നിരുന്നു സ്പോട്ട് ഗോൾഡിൻ്റെ പ്രൈസ്. ഇന്ന് മോർണിംഗിൽ $3332 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. സിൽവറും താഴെയാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്തതും താഴെയാണ്. അതേസമയം കോപ്പർ നല്ല രീതിയിൽ മുന്നേറാണ്. അലുമിനിയം, സിങ്ക്, ഈ കമ്മോഡിറ്റികളെല്ലാം തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. മോർണിംഗിൽ ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 5066.13 കോടി രൂപയ്ക്ക് ഓഹരികൾ വിട്ടിരുന്നു. അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 5209.6 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ് നമ്മുടെ ഫണ്ടുകൾ അബ്സോർബ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം ഗോൾഡിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് അടുത്ത 2 വർഷത്തേക്ക് സെൻട്രൽ ബാങ്കുകൾ 32% സെൻട്രൽ ബാങ്കുകളും പറയുന്നത് അവർ ഗോൾഡ് വീണ്ടും ബൈ ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ്. പൊതുവെ ഈ ന്യൂസുകളെല്ലാം തന്നെ ഗോൾഡിന് പോസിറ്റീവാണ്. എന്നിരുന്നാലും റീസെൻറ്റ് റാലിക്ക് ശേഷം ഒരു കൺസോൾട്ടേഷൻ മോഡിലാണ് ഗോൾഡ്. വീണ്ടും ഒരുപക്ഷെ $3280 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നേക്കാം. അല്ലാത്ത പക്ഷം അടുത്ത ദിവസങ്ങളിൽ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഗോൾഡ് മുന്നോട്ട് നീങ്ങാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ്, നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ മാർക്കറ്റിൽ കണ്ടേക്കാം. ഗ്ലെൻമാർക്ക് ഫാർമ തെവിംബ്ര എന്ന് പറയുന്ന ലങ് ക്യാൻസർ ഡ്രഗ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലെൻമാർക്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഓറബിന്ദോ ഫാർമ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് വലിയ രീതിയിലുള്ള ഡെലിവറി ബൈയിങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. നമ്മൾ മുമ്പ് തന്നെ സജസ്റ്റ് ചെയ്തിരുന്നിട്ടുള്ളതാണ്. ബ്ലാക്ക് റോക്ക് ആയിട്ടുള്ള JV പ്രൊഡക്റ്റ് ലോഞ്ചുകൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൽ കണ്ടേക്കാം എന്നുള്ളൊരു കാര്യം മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്നു. അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ കാണുന്നത്. റൈറ്റ്സ് റെയിൽവേ കമ്പനിയാണ് 28.5 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. PTC ഇന്ത്യ സഫ്രാൻ എയർക്രാഫ്റ്റ് എഞ്ചിനായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. മിലിറ്ററി എയർക്രാഫ്റ്റ് എഞ്ചിൻ മെയിൻ്റനൻസിന് വേണ്ടിയുള്ള ഒരു ഓർഡറാണ്. കമ്പോണൻറ്റ് മാനുഫാക്ചർ
റീസ്ട്രക്ചറിങ് ഉണ്ട് PTC ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. മെയ് മാസത്തിൽ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ് കൂടിയിരിക്കുകയാണ്. HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ SBI കാർഡിനാണ് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. SBI കാർഡിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഹിൻഡാൽകോ അമേരിക്കയിൽ നിന്ന് ആലൂഖം എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി അലുമിനിയ പ്രൊഡ്യൂസർ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. 100% ടേക്ക് ഓവർ ആണ്. ഹിൻഡാൽക്കോനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഈ ഹൈ പ്യൂരിറ്റി അലുമിനിയം യൂസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ടെക്നിക്കൽ പർപ്പസിനൊക്കെയാണ്. സെമി കണ്ടക്ടർ, അതുപോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററികൾ, എയറോസ്പേസ്, ഇത്തരത്തിലുള്ള സ്പേസ്, അതുപോലെ തന്നെ മറ്റ് പാർട്സുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഹൈ പ്യൂരിറ്റി അലുമിനിയം ഒക്കെ യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ന്യൂസ് ഹിൻഡാൽക്കോനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അപ്പം 2030 ആകുമ്പോഴേക്കും ഹിൻഡാൽക്കോ ഇതിൻ്റെ കപ്പാസിറ്റിയും കൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പൊതുവെ 2 അക്വിസിഷന് ശേഷം മുമ്പ് നോവിലീസ് US വർഷങ്ങൾക്ക് മുമ്പ് ഹിൻഡാൽക്കോ അക്വയർ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം ഈ അക്വിസിഷനും ലോങ് റണ്ണിൽ ഹിൻഡാൽക്കോനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ സോം ഡിസ്റ്റിലറി, പൈസാലോ ഡിജിറ്റൽ, DB കോർപ്പ്, ഈ സ്റ്റോക്കുകളാണ് പ്രൊമോട്ടേഴ്സ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ. ഒപ്പം അമേരിക്കയിൽ റൂഫ് ടോപ്പ് സോളാറിന്മേലുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റിക്ക് വിഡ്രോ എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ റിപ്പബ്ലിക്കൻ ലോ മേക്കേഴ്സ് പറയുന്നത് ഇത് കണ്ടിന്യൂ എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന വാരി എനർജീസിനെയാണ്, അതോടൊപ്പം തന്നെ പ്രീമിയർ എനർജീസ്. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളും ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 13 SME IPOയും അതുപോലെ തന്നെ 6 IPOസും ഓപ്പൺ ആണ്. ഗ്ലോബ് സിവിൽ പ്രൊജക്ട്സ് ഇന്നലെ ഓപ്പൺ ചെയ്ത IPO ഫസ്റ്റ് ഡേ തന്നെ 6.97 ടൈംസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഹ്യൂജ് ഓവർ സബ്സ്ക്രിപ്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ IPOയ്ക്ക് 67-71 പ്രൈസ് റേഞ്ച് വരുന്നത്. 10 രൂപയാണ് ഫേസ് വാല്യൂ. നല്ലൊരു IPO ആണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു IPO ഇന്ന് ഓപ്പൺ ആവുകയാണ്. HDB ഫിനാൻഷ്യൽ സർവീസസ് ആണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ. 12,500 കോടി രൂപയാണ് കളക്ട് ചെയ്യാൻ പോകുന്നത്. 700-740 ലെവലിലാണ് ഇഷ്യൂ പ്രൈസ് വന്നിരിക്കുന്നത്, റേഞ്ച് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 220.8 പോസ്റ്റ് IPO ബുക്ക് വാല്യൂ വരാൻ പോകുന്നത്. നമ്മൾ പ്രൈസ് ഏർണിംഗ് റേഷ്യോ അതുപോലെ തന്നെ മറ്റു പാരാമീറ്റേഴ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൈസ്ഡ് ആണ് ഈ IPO. അതായത് ഹയർ അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ ഗ്രേ മാർക്കറ്റിൽ നടന്ന റേറ്റ് പോലുള്ളൊരു അപ്രീസിയേഷൻ വരുമെന്നുള്ളൊരു കാര്യം സംശയമാണ്. കാരണം ഇപ്പോഴത്തെ IPO പ്രൈസ് വരുന്ന 28.21 നേരെ മറിച്ച് നമ്മൾ ബജാജ് ഫിനാൻസ് അറൗണ്ട് 34 PE റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സുന്ദരം ഫിനാൻസ് 28.5 PE റേഷ്യോയിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബജാജ് ഫിനാൻസിന് താഴെ കാണേണ്ടി വരും HDB ഫിനാൻഷ്യൽ സർവീസസിൻ്റെ വാല്യുവേഷൻ. അപ്പോൾ എത്രത്തോളം ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ലിസ്റ്റിങ്ങിന് ശേഷമാണ് അത് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുള്ളൂ. എന്നിരുന്നാലും ഒരു മോഡറേറ്റഡ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പർ പ്രൈസ് ബാൻഡ് 740 അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ധാരാളം IPOs ഓപ്പൺ ആണ്. അപ്പോൾ ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഗ്ലോബ് സിവിൽ പ്രൊജക്ട്സ് ലിമിറ്റഡ് നല്ലൊരു IPO ആണ്. ഒപ്പം ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്ന HDB ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് 3rd ലാർജസ്റ്റ് NBFC ആണ് ഇന്ത്യയിലത്തെ. ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്നതും നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ഇടയാക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. അപ്പോൾ അതിനനുസരിച്ചൊരു ഡിസിഷൻസ് മുന്നോട്ട് പോവാം. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ബയാസ് ആണ്. ഒപ്പം നമ്മൾ ജൂലൈ മാസത്തേക്കുള്ള റോൾ ഓവറൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിൽ പറഞ്ഞ പോലെ നല്ല ലോങ് പൊസിഷൻ റോൾ ഓവേഴ്സ് ആണ് ജൂലൈയിലേക്ക് കാണുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അടുത്ത ദിവസങ്ങളിലും മാർക്കറ്റിൽ കണ്ടേക്കാം. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ജൂൺ എൻഡോട് കൂടിയിട്ട് നിഫ്റ്റി 25,500, 25,600 ഹിറ്റ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. ഇനി വലിയ രീതിയിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് മാറി മറിഞ്ഞ് ഗ്ലോബൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റേതായ മൈനർ ഇമ്പാക്റ്റൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊന്നും തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മറിച്ചൊരു പോസിറ്റീവ് ബയാസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.